ആക്ഷൻ, സൂപ്പർ ആക്ഷന് നമുക്ക് തകർത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പൊളിക്കും. ഫസ്റ്റ് ടൈം കാണാൻ എങ്ങനെയുണ്ട്? 2.5 മണിക്കൂർ പടം അടിപൊളി. ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. അതിലും നമുക്ക് തെളിയിച്ചു. പൊളിക്കും. സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ആരൊക്കെയോ ഉണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല പടം, നന്നായിട്ട് നല്ല സെന്റിമെന്റ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കോമഡി ഉണ്ട്, നല്ല ആക്ഷനും. വളരെ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. ഗംഭീര വിജയമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. അടി സെക്കൻഡ് ഹാഫ് അടിയുള്ളൂ. അടിയുള്ളത് ഉള്ള മാതിരിയാണ്. അടിയാണ് അത്. നമുക്കൊന്ന് ധാരാളം ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഓ ഷുവർ. അടിപൊളി പടം. ഇഷ്ടംപോലെ പ്രാവശ്യം കാണാം. കാരണം അത്രയും ആക്ഷൻ സീക്വൻസ് അങ്ങനെ ആ രൂപത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, നമുക്ക് ചെയ്തതും ഗംഭീരമായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ഓ, അത് ഗംഭീരമായി. ഓ, ഒരു സംശയമില്ല. ഈ എന്താ പറയുക, ആക്ഷനിൽ ഇപ്പോഴും അദ്ദേഹത്തിന് കരുതൽ ഞാൻ തെളിയിച്ചു. പക്ക നല്ല ഒറിജിനൽ, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. നല്ല ആക്ഷൻ സീക്വൻസ് ഗംഭീരമായിരുന്നു. സിനിമ ആകത്തുക ഗംഭീര സിനിമ, ഉഗ്രൻ വിജയമായിരിക്കും. അല്ല, ഫിലിം ബേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ദിലീഷ് ബോസിന്റെ കൂടെയുള്ള ബോഡി ഗാർഡായിട്ടുള്ള ആളാണ്. അപ്പൊ ആ ക്യാരക്ടർ നമുക്ക് തന്നെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അദ്ദേഹം ജോലിക്ക് അവിടെ വരുമ്പം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്ത് നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ ഞാനാണ്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നമ്മളാണ് വീഴുന്നത് പെട്ടെന്ന്. പിന്നെ പുള്ളി ഇടപെടുകയാണ്. പുള്ളിയുടെ ഇടപെടണമെങ്കിലും സംസാരിക്കണമെങ്കിലും എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞ് അത് പുള്ളി ചോദിച്ചുകൊണ്ടാണ് രംഗത്ത് പ്രവേശിക്കുന്നത്. അപ്പം അതിനൊരു പഞ്ച് കിട്ടും. അതാണ് അതിന്റെ. അപ്പൊ കൂടെ നമ്മളുണ്ട് എന്നുള്ള ഒരു സാധനമുണ്ട്. പക്ഷേ ആക്ഷനിൽ വന്നില്ല എന്ന് മാത്രം. പക്ഷെ നമുക്ക് തന്നെ ധാരാളം അടിപിടി. ജോസിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. സൂപ്പർ. ഇല്ല, അത് അടുത്ത പടത്തിൽ നമ്മൾ ഇതൊക്കെ എത്തും പോരെ. ഇതിങ്ങനെ തന്നെയാണ് അതിന്റെ ഭംഗി. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആക്ഷൻ സീക്വൻസിൽ പുള്ളി അദ്ദേഹം ഡയലോഗ് ഫൈറ്റിനടക്ക് പറയുന്നുണ്ടല്ലോ, ഇത്ര പേര് വരുന്നു, ഇനി എന്താ വരുന്നിടത്ത് കാണാന്നുള്ളത്. അപ്പൊ അത് ആ ഒരു ടർബോ ജോസിന്റെ ഒരു കരുത്താണ് അതിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായി തന്നെ നമുക്ക് പ്രകടിപ്പിച്ചു. അത് ഗംഭീര വിജയമായിരിക്കും സിനിമ. എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. നമ്മൾ കോമഡി അല്ല, അങ്ങനെ കോമഡി സിറ്റുവേഷൻ കോമഡി ആയിട്ടാണ് അതുള്ളത്. ഓക്കെ, നമ്മള് ബ്രഹ്മയുഗം കഴിഞ്ഞിട്ടാണ് നമ്മള് ടർബോയിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ മാതിരി ടർബോ ഈ എന്താ പറയാ, ബ്രഹ്മയുഗം വേറെ എൻ്റെർലി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ മാതിരി ബ്രഹ്മയുഗത്തിന് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ മാതിരി 10 ലക്ഷം മുണ്ടിന് മാത്രമല്ല എൻ്റെ ക്യാരക്ടറുണ്ട്. അതിനകത്ത് പോർച്ചുഗീസുകാരുണ്ട്. യക്ഷിയുടെ കോസ്റ്റ്യൂം നമ്മളെല്ലാം ആക്സസറി കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതാണ് എൻ്റെ യക്ഷിയുടെ ആക്സസറി കസ്റ്റമൈസ് ചെയ്തതിലുള്ള ആക്സസറീസ്. ഇതിന് ഞാൻ അതിൻ്റെ റേറ്റും പ്രൈസിൻ്റെ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് മമ്മൂക്കയുടെ ടർബോ, മമ്മൂട്ടി കമ്പനിയോട് എൻ്റെ 2ാമത്തെ സിനിമയാണ്. നൻപകൽ കഴിഞ്ഞിട്ട് ടർബോയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതൊരു മാസ് കൊമേഴ്ഷ്യൽ മസാല സിനിമയാണ്. അപ്പോൾ അതിനകത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു കൊമേഴ്ഷ്യൽ, ഇപ്പോൾ മിന്നൽ മുരളി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് എനിക്ക് സ്പേസ് കിട്ടിയത്. അതിനകത്ത് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈവൻ എൻ്റെ കോസ്റ്റ്യൂം സ്റ്റൈൽസ് ഒക്കെ പോലെ കുറേയൊക്കെ എവിടെയൊക്കെയോ നമ്മൾ റെപ്ലിക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ മാതിരി 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഫിലിമിൽ. ഞാൻ 19ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. ഇത്ര നാളും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുമ്പോഴും അല്ലെങ്കിൽ കോസ്റ്റ്യൂമിനെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ പുതിയ തലമുറയ്ക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആവട്ടെ. അല്ലെങ്കിൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വരാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ഫാമിലിക്കൊക്കെ ഇത് എന്ത് മേഖലയാണ്, എങ്ങനെയാവും, ഇപ്പോൾ നമുക്കത് ഷോക്കേസ് ചെയ്യാൻ പറ്റി. നമ്മുടെ വരുന്ന തലമുറയ്ക്കൊക്കെ ഈ പറഞ്ഞ മാതിരി ഞാൻ വർക്ക് ചെയ്തോ അല്ലെങ്കിൽ MSc പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്ക് പ്രചോദനമാണെന്ന് ഞാൻ ചോദിക്കുന്നു. പിന്നെ എന്താണ്, വേറെ എന്താണ്, ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഈ പറഞ്ഞ മാതിരി ടർബോ വർക്കായി, ബ്രഹ്മയോഗം നല്ല രീതിയിൽ വന്നു. കരിയറിനകത്ത് 8 വർഷത്തെ എക്സ്പീരിയൻസിനകത്ത്
മിന്നലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റേറ്റ് അവാർഡിൻ്റെതാണ്. ഞാൻ അപ്പോൾ പോലും കിട്ടാത്തൊരു റെസ്പോൺസ് എനിക്ക് ഈ പ്രമേയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴും ഈവൻ ടർബോൻ്റെ ഈ ഒരു ഇവിടെ റിലീസിങ്ങിന് വന്ന് നിൽക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് താങ്ക്സ് ടു മമ്മൂട്ടി, അതേപോലെ മമ്മൂട്ടി കമ്പനി വൈശാഖേട്ടൻ, മിഥുൻ ചേട്ടൻ, ഷായി ചേട്ടൻ. പിന്നെ ഈ പടത്തിൽ നമ്മളെ കളർ പാലറ്റും കാര്യങ്ങളും ഞാനും ഷാജി നടുവിൽ ആ ഡയറക്ടർ വിഷ്ണു ശർമ്മ നമ്മളതിനെ ഭയങ്കര രസകരമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മാതിരിൻ്റെ കളർ ലൈറ്റും അതേപോലെ തന്നെ കോസ്റ്റ്യൂംസും കാര്യങ്ങളിലെല്ലാം നമ്മളൊരു സെർട്ടൺ ആയിട്ടുള്ള ഇന്ന പാറ്റേൺ, ഇന്ന ഡിസൈൻസ്, ഇന്ന കളേഴ്സ് എന്നുള്ള രീതിയിൽ പോയതുകൊണ്ടാണ് ഇതൊരു കൊമേഴ്ഷ്യലി ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ താങ്ക്സ് ഭയങ്കര സന്തോഷം.